ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ശീതൾ എൽസ ഒഫീഷ്യൽ. അപ്പോൾ നിങ്ങൾ ക്യാപ്ഷനിലും തംബ്നെയിലും കണ്ട പോലെ അതെ, സെക്കൻഡ് പ്രഗ്നൻസി റിവീൽ ചെയ്യുന്ന വീഡിയോയാണിത്. തികച്ചും അൺപ്ലാൻഡ് ആയിട്ടുള്ള ഒരു പ്രഗ്നൻസിയാണിത്. ഞങ്ങളുടെ പ്ലാനിലേ ഇല്ലായിരുന്നു. ഞങ്ങളുടെ വിദയ് ബേബിക്ക് ഒരു 5 ഇയർ ആയിട്ട് മതി അടുത്ത കുഞ്ഞിനെ പറ്റി ചിന്തിക്കാമെന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ കണക്കൂട്ടലുകളെല്ലാം തെറ്റിച്ചു. പിന്നെ ദൈവം തരുന്നതല്ലേ, അതുകൊണ്ട് 2 കൈ നീട്ടി സ്വീകരിക്കാമെന്ന് കരുതി. അപ്പം ഞാൻ ഇനിയിപ്പോൾ വിനുവിനോട് പറയുമ്പോൾ അവനും ഓക്കെ ആയിരിക്കും, ബിക്കോസ് അവന് കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബൈ ദ വേ എങ്ങനെയാണ് ഇത് അവനോട് പറയുക എന്നിങ്ങനെ കുറേ ഞാൻ ആലോചിച്ചതിന് ശേഷം ഞാൻ ഒരു ഐഡിയ കണ്ടെത്തി. ഒരു ട്രഷർ ഹണ്ട് ചെയ്യാം. കാരണം പറഞ്ഞ പോലെ ഇത് പ്ലാനിൽ ഇല്ലാത്ത കാര്യമാണല്ലോ. അപ്പോൾ അവനെ അറിയിക്കുമ്പോൾ കുറച്ച് അടിപൊളിയായിട്ട് അറിയിക്കാമെന്ന് വിചാരിച്ചു. ട്രഷർ ഹണ്ടൊക്കെ ചെയ്യുന്ന ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ട്രഷർ ഹണ്ട് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാലോ. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. ഞാനൊരു പേപ്പറിൽ ഒരു ക്ലൂ കൊടുക്കും. അപ്പോൾ ആ ക്ലൂവിന് ഒരു ആൻസർ ഉണ്ടാവും. ആ ആൻസർ വിനു കണ്ടെത്തുവാണെങ്കിൽ ആ സ്ഥലത്ത് അടുത്ത ക്ലൂ ഉണ്ടാവും, അവിടെ നിന്ന് അടുത്ത ക്ലൂ ഉണ്ടാവും. അങ്ങനെ ഒരു 3-4 ക്ലൂവിന് ശേഷം ഫൈനലി വിനു എത്തുന്ന സ്ഥലത്ത് പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്ന ആ ഒരു പ്രഗ്നൻസി സ്ട്രിപ്പോ അല്ലെങ്കിൽ അതെ പ്രഗ്നൻസി സ്ട്രിപ്പ് വെച്ചിട്ട് ഒരു എഴുത്തും വെച്ചിട്ട് അറിയിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ വിനുവിൻ്റെ റിയാക്ഷൻ എന്താണെന്ന് അറിയുന്നതിന് മുന്നേ എൻ്റെ റിയാക്ഷൻ എന്താണെന്ന് എനിക്കറിയട്ടെ. പറഞ്ഞ കണക്ക് ഇതൊട്ടും പ്ലാനിലില്ലാത്തതായിരുന്നല്ലോ. പക്ഷേ എങ്ങാനും ഇനി പ്രഗ്നൻ്റ് ആയാലോ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ റിയാക്ഷൻ റെക്കോർഡ് ചെയ്തായിരുന്നു. ലൈക്ക് എൻ്റെ പീരീഡ്സ് മിസ്സായപ്പോൾ തൊട്ടേ, മിസ്സായാൽ നമ്മളുടെ ഫസ്റ്റ് സംശയം ഇതാണല്ലോ, പ്രഗ്നൻ്റ് ആണോ എന്നാണല്ലോ. സോ ഞാൻ ആദ്യത്തെ പ്രാവശ്യം ടെസ്റ്റ് ചെയ്തു, അതിൻ്റെ റിയാക്ഷനും ഞാൻ എടുത്തു. പക്ഷെ അന്ന് നെഗറ്റീവ് ആയിരുന്നു. വീണ്ടും ഒരു 1 വീക്ക് 1.5 വീക്ക് കഴിഞ്ഞിട്ടും പീരീഡ്സ് ആവാതെ ആയപ്പോൾ ഞാൻ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്തു. അതിലാണ് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞത്. അതുകൊണ്ട് എൻ്റെ റിയാക്ഷൻ വീഡിയോ എന്തായാലും ഇപ്പോൾ ഇട്ട് തരാം. അത് കണ്ടിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി കാണാം. ഓക്കെ? അപ്പോൾ ഇത് അറിയാൻ പാടില്ല, പീരീഡ്സ് മിസ്സായിട്ട് കുറച്ച് ദിവസമായി. ഇത് തികച്ചും അൺപ്ലാൻഡ് ആണ്. ആൻഡ് ഞാൻ നമ്മുടെ വിദയ് ബേബിനെ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ഉള്ള പോലത്തെ സെയിം ലക്ഷണങ്ങൾ എനിക്ക് കാണിക്കുന്നു. ഫസ്റ്റ് വഴി തുമ്മൽ. സാധാരണ ഗർഭിണിയാവുമ്പോൾ ഛർദിൽ ഉണ്ടാവാറുണ്ട്. ആദ്യത്തെ ഒരു 3 മാസമൊക്കെ എനിക്ക് തുമ്മലായിരുന്നു. ആദ്യത്തെ 3 മാസം അത് ഭയങ്കര തുമ്മലായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം തുമ്മുന്നു, ടെൻഷൻ ആവുന്നു. എന്തായാലും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, 1 2 3. ശരിയാണെന്നില്ല. ഉണ്ട്. എന്റെ വ്യാകുല മാതാവേ, സീരിയസ്ലി? രണ്ടുപേരല്ലേ കാണുന്നത്? പക്ഷെ ഒരെണ്ണം ഇത്തിരി ലൈറ്റാ, മറ്റേ ഇച്ചിരി ഡാർക്കും. ഇത് എന്തിന്റെ അർത്ഥം? ഇതൊന്ന് നോക്കി, ഇത് 2 ലൈനുണ്ടോ? എവിടാണാവോ ഞങ്ങളുടെ കണക്കൂട്ടല് തെറ്റിയത്? എന്തിന്റെ അർത്ഥം? ഇത് ലൈറ്റ് കളർ ലൈൻ ആയതുകൊണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്താലേ കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. സത്യമായിട്ട് എനിക്ക് ടെൻഷൻ ആവുന്നു. കാരണം ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല സീരിയസ്ലി. വിനുവിനെ കൊണ്ടൊന്ന് കാണിക്കാം. എന്തായാലും ഇത് 2 ലൈനാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. മറ്റേത് പക്ഷെ ഇത്തിരി ലൈറ്റ് ലൈനാണ്. ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ കറക്റ്റ് അറിയാൻ പറ്റും. വിനുക്കുട്ടെ, പറഞ്ഞൊക്കെ മനസ്സിലായല്ലോ. ഇന്ന് നിന്റെ ആദ്യത്തെ ക്ലൂ. ആദ്യമായി നമ്മൾ തമ്മിൽ മനസ്സ് തുറന്ന് സംസാരിച്ചത് ഇവിടെ ആയിരുന്നു. എവിടെ വേണേലും പറഞ്ഞു. അപ്പൊ ഇന്നാ ഫോൺ പിടിച്ചോ, നീ ആയി നിന്റെ പാടായി എങ്ങാടാന്ന് വെച്ചാ നമുക്ക് അങ്ങോട്ട് പോകാം. ഗൈസ്, ഓക്കെ? ഞാനിപ്പോ സ്ഥലത്തെത്തി. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇവിടെ ഇറങ്ങാനുള്ള വഴിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഈ സ്ഥലം ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞുതരാം. എന്താ ഞങ്ങൾ പറഞ്ഞ സ്ഥലം, ഇതും എഴുതിയ സ്ഥലം അതാണ്. നമുക്ക് പണ്ടൊക്കെ ഞങ്ങളിതിൽ വരുമ്പോൾ നമുക്കിതാ ഇവിടുന്ന് ഇറങ്ങി അങ്ങോട്ട് പോകാൻ ഇവിടെ ഒരു വരിയുണ്ടായിരുന്നു, പാത ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങോട്ട് പാതയില്ല. ഇത് മൊത്തം അടച്ചു തൂക്കിയിട്ടേക്കുമാര്. ഇതിപ്പോ എന്തോ നമുക്ക് ഇതില് പോകുന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാത്തത്. നോക്കട്ടെ, ഒന്നും അന്വേഷിച്ചോട്ടെ ഇതിലേ പോകണ്ടെന്നുള്ളത്. വേറെ എനിക്ക് എന്തെങ്കിലും ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയേ പറ്റുള്ളൂ. അവിടെ ഇറങ്ങി നടന്ന് അങ്ങോട്ട് വേണം എനിക്ക് പോകാനായിട്ട്.
കൂട്ടുകാർക്ക് വിശ്വാസം ഇല്ല കാണിച്ചു തരാം. നമ്മൾ നേരത്തെ കണ്ട പോത്ത് സാർ ഇതാ ഉറക്കുന്നു. #പോത്തില്ലോ. പട്ടി നാറി, നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നോ? ഞാൻ നിന്റെ വീട്ടിനകത്ത് വന്നോ? നിന്റെ കുടുംബത്ത് കയറി വന്നോ? നേരത്തെ ഞാൻ അവിടെ നിന്നാണ് സംസാരിച്ചത്. ഇവിടെ ഒരാൾ നിൽക്കുന്നത് പോത്ത് സാറില്. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ വണ്ടി ഇവിടെ ഒതുക്കി കേട്ടോ. കാരണം നമുക്ക് ഇപ്പോൾ നടന്നു പോവാം. കാരണം അവിടെ ചെളിയും ഭയങ്കരമായിട്ട് കാണുന്നുണ്ട്. എങ്ങാനും വണ്ടി പൂണ്ടുപോയി കഴിഞ്ഞാൽ അവന് പണി കിട്ടും. മുമ്പാടി ഞാൻ നിന്ന് പുഴുങ്ങും. അപ്പം ഞാൻ ഈ ഹുഡി ഒന്നും വന്നിട്ട് എൻ്റെ വേറെ ഡ്രസ്സ് ഇരിപ്പുണ്ട്. അത് ഇട്ടോ, ഒരു ബനിയനാണ് ഇട്ടുകൊണ്ടിറങ്ങാൻ നമുക്ക്. ബാക്കി നമുക്ക് അന്നേരം ഷൂട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, ആ കാണുന്ന സാധനം കണ്ടോ, പിന്നെ മീൻ വല താക്കുന്നത്. അവിടെ ഇരുന്നാണ് ഞങ്ങൾ ആദ്യമായി ഇതിൽ പറഞ്ഞ പോലെ മനസ്സ് അപ്പൊ അങ്ങോട്ട് പോട്ടെ ഗൈസ്. അപ്പൊ നമുക്ക് ശീതമ ഒന്ന് വിളിച്ചു നോക്കാവേ. നോക്കട്ടെ. ഹലോ ഹലോ സാർ, ഞാനിപ്പം നമ്മൾ ആദ്യം താനീ പറഞ്ഞ മനസ്സ് തുറന്ന സ്ഥലം സംസാരിച്ചില്ലേ, ആ സ്ഥലം മറ്റേ താനീ പറയുന്നത് മറ്റേ മീൻ വല താക്കുന്ന സ്ഥലമല്ലേ ഈ പറയുന്നത് താൻ? ഓർമ്മയുണ്ട്. ഗോമാലെ എനിക്ക് തെറിയാതാ. ഞാനിവിടെ എത്തിയപ്പോ ഒരു ചെറിയ പ്രശ്നം. ഇവിടുന്നേ അങ്ങോട്ട് പോകാനുള്ള വഴി കാണുന്നില്ല. പണ്ടൊരു ചെറിയ വരൻ പോലെ സംഭവമില്ല, നമുക്ക് പോകാനായിട്ടില്ലായിരുന്നോ? ഇപ്പൊ അതൊക്കെ വെള്ളത്തിൽ മുങ്ങി. അല്ല അപ്പൊ അങ്ങോട്ട് എങ്ങനെ പോകും ഞാൻ? എടാ നീ ഇപ്പൊ ആക്ച്വലി നിക്കുന്ന സ്ഥലം എവിടെ? ഒരു വീടൊക്കെ, കുറച്ച് വീടുകളൊക്കെ പൊളിച്ചതിന്റെ അവശിഷ്ടങ്ങളൊക്കെ കിടക്കുന്ന ഏതെങ്കിലും ഏരിയ വെച്ച് കണ്ടോ? അത് തന്നെ അവിടെ നിൽക്കുവാണേ. അവിടെ എത്തിയപ്പോഴത്തേക്കും എനിക്കും ഇതുപോലെ സ്റ്റക്ക് വന്നോണ്ട് ഞാൻ അവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നീ അവിടെ തപ്പും. ഇവിടെ ഒളിപ്പിച്ചെന്നോ അതോ കാണാൻ പറ്റുന്ന രീതിയിലേക്കാണോ? കാണാൻ പറ്റും. പിന്നെ അവിടെ കിടന്ന് നീ തപ്പി ബുദ്ധിമുട്ടുണ്ടെന്ന് ഓർത്ത് നീ അവിടെ എത്തിയത് തന്നെ വലിയ കാര്യം. അതെന്താ താൻ തീർച്ചയായും ഞാൻ മറന്നു വിചാരിച്ചാ? വിചാരിച്ചു. പിന്നെ ഉണ്ടാ എന്നാ പറ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി എന്നാ? വിട്ടില്ലേ? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. ഞാൻ ക്ലൂ തപ്പിട്ട് വിളിക്കാട്ടാ. ശരി, ഓക്കെ, ബൈ, ലവ് യു. കട്ട് ചെയ്തേക്കാം. ഇതാണ് ഈ പെണ്ണുങ്ങൾ കുഴപ്പം. ഒപ്പം തന്നെ വെഡിങ് ആനിവേഴ്സറി ചോദിക്കും, മറ്റേ ബർത്ത്ഡേ ചോദിക്കും, ആദ്യം കണ്ടുമുട്ടിയ ഡേറ്റ് ചോദിക്കും. ബുദ്ധിമുട്ടാണെന്ന്. അയ്യോ, അതിലും ഭേദം നമുക്ക് ഇതാണ് ക്ലൂ അന്വേഷിക്കുന്നത്. അപ്പൊ ക്ലൂ അന്വേഷിക്കാം. ഗായ്സ്, അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം എന്നുള്ളത്. നമ്മളുടെ മികച്ച ആശയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട സായാഹ്ന സൂര്യൻ കുളിച്ച സ്ഥലം എവിടെയാ? ഓർമ്മയുണ്ടോ? എന്തുവാണത്? കവിതാ പാരായണോ? എന്തുവാണത്? 7 വർഷം മുന്നേ എങ്ങാണ്ട് ഞങ്ങള് കണ്ടന്റ് ഐഡിയാസ് പ്ലാൻ ചെയ്യുന്ന ഇവിടെ ഒരു പാലത്തിൽ എഴുതുന്നിട്ടാണ് ഞങ്ങള്. അതാണെങ്കിൽ ഇത് തന്നെ, ഇവിടെ തന്നെയാണ്. അതല്ല ലൈഫിന്റെ ആണോ ആശയങ്ങൾ, ഐഡിയാസ്? അങ്ങനെ ആണെങ്കിൽ ഇവിടെ അല്ല, ഇവിടുന്ന് കുറെ പോണം. നോക്കട്ടെ, നമുക്ക് നൈസ് ഒന്ന് എറിഞ്ഞു നോക്കിയല്ലോ. ഒന്ന് വിളിച്ചിട്ടൊന്ന് എറിഞ്ഞു നോക്കിയല്ലോ. കോളിംഗ് ശിതുമ്മ വൺസ് മോർ. ഹലോ, ഒരു കാര്യം ചോദിച്ചോട്ടെ? ക്ലൂ ഒക്കെ കിട്ടി, പക്ഷേ സാറ് എന്തുദ്ദേശിച്ചാണ് ആ പുല്ലിന്റെ ഒക്കെ ഇടയെ കൊണ്ടിട്ടത്? ഞാൻ പുല്ലിന്റെ ഇടയിലല്ലോ ഇട്ടത്, ഞാനൊരു തെങ്ങയിൽ ഒട്ടിച്ചു വെച്ച് നിനക്ക് അവിടെ നല്ല കിട്ടിയേ. തെങ്ങയില് ഈ പേപ്പർ ചോറും പറ്റി ഒട്ടിച്ച് ഈ മഴക്കാലത്ത് നിൽക്കും. അതിന്റെ പാട് നോക്കി പറന്നുപോയി സംഭവം. അതിന്റെ നിറം നിയോൺ പച്ചയായിട്ട് പെട്ടെന്ന് കാണാൻ പറ്റി. അതെ, ഡൗട്ട് ചോദിക്കാൻ വിളിച്ചാണ്. നമ്മളുടെ മികച്ച ആശയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട സായാഹ്ന സൂര്യൻ കുളിസയും കാണിച്ച സ്ഥലം എവിടെയാ? ഓർമ്മയുണ്ടോ? അല്ല, ഞാൻ ഡൗട്ട് ചെയ്യുന്നതല്ല. ഈ മികച്ച ആശയം പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? നമ്മളുടെ പഴയ കണ്ടന്റ് ഐഡീസ് ആണ് ഈ പറഞ്ഞ ടിക്ടോക്ക് ആളുടെ, അതോ ഇനി നമ്മള് ഒന്നിച്ചിരുന്ന് നമ്മുടെ ലൈഫ് ഫ്യൂച്ചർ നമ്മുടെ മാരേജിന് ആ സമയത്ത് പ്ലാൻ ചെയ്തില്ലേ? അതാണ് ഉദ്ദേശിച്ചത്. ഏതാ? 2 സ്ഥലം ഉണ്ടല്ലോ. മികച്ച ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മികച്ച ഐഡിയാസ്. മികച്ച ഐഡിയാസ് നമ്മൾ എന്തിലാണ് അപ്ലൈ ചെയ്യാറ്? കണ്ടന്റില്. ആ ലൈഫിലും നമ്മൾ ആ സംഭവം അപ്ലൈ ചെയ്യാറുണ്ടല്ലോ. നമ്മൾ ചെയ്യുന്ന എല്ലാം മികച്ചായതുകൊണ്ട് ഇപ്പൊ എന്ത് പറയും? എന്തായാലും ഞാനിപ്പോ ആ ക്ലൂ നിനക്ക് തരാം. കണ്ടന്റ്, നമ്മൾ കണ്ടന്റ് ഒക്കെ ഇരുന്ന് പ്ലാൻ ചെയ്ത് നമ്മൾ ടിക്ടോക്കോ യൂട്യൂബോ ഒക്കെ ചെയ്തോണ്ടിരുന്ന സമയത്ത് അതൊക്കെ പ്ലാൻ ചെയ്തോണ്ടിരുന്ന സ്ഥലം.
അപ്പൊ ഇത് അടുത്ത് തന്നെ അല്ലേ ഇത് സ്ഥലം? ഞാൻ പറയട്ടെ, മറ്റേ പാലമല്ലേ വരെ പറയുന്നത്, പാലത്തിന് അപ്പുറം സ്ഥലം? അതൊന്നും എനിക്കറിയത്തില്ല, പോയി തപ്പ്, കിട്ടിയില്ലെങ്കിൽ വിളി. ഓടാ പാറ് അഹങ്കാരം. ശരി, വെക്ക്. സ്ഥലം നമുക്ക് കിട്ടി. ഞാൻ അപ്പൊ ഇനി നമുക്ക് അവിടെ കാണാം കേട്ടോ. ബൈ. ഗൈസ്, ഞാനിപ്പോ ആ പറഞ്ഞ പാലത്തിലെത്തി. പാലത്തിൽ ഞാൻ തെക്കും വടക്കും നടന്ന് അന്വേഷിച്ച് നോക്കി, കണ്ടില്ല. പാലം ഇറങ്ങി ഞാൻ വണ്ടി എടുത്തൊരു ഇത്തിരി മുമ്പോട്ട് നീങ്ങിയപ്പോ ഉണ്ട്. കാണിച്ചു തരാവേ. ദാ, നിങ്ങളിത് കാണുന്നുണ്ടോ കൂട്ടുകാരെ? കേട്ടോ, പിച്ചച്ചട്ടിയും മറ്റുള്ളവർക്ക് വരുന്ന സമയത്ത് നമ്മുടെ വിശപ്പടക്കാൻ വൈകുന്നേരങ്ങളിൽ ഇവനെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങോട്ട് പോകാൻ നമുക്ക് ഇതിന് കാണിച്ചു തരാം ചിലത്. ഇതാണ് ഇപ്പൊ കാണുന്നത്. ഇവിടെ ഒന്നും കാണുന്നില്ല. നമുക്ക് ശീതമ്മ വിളിച്ചു നോക്കാവേ. എടാ, ഞാൻ വിളിച്ചതേ, ഞാനിപ്പോ ലൊക്കേഷനിലെത്തി. താൻ ഉദ്ദേശിച്ച ബജിക്കട അല്ലേ നമ്മുടെ? പിച്ചച്ചട്ടിയും മറ്റേ മുളകും മറ്റേ നടന്ന സമയത്ത്. പക്ഷെ ഒരു വിഷയമുണ്ടല്ലോ, എനിക്കെല്ലാം ഓർമ്മയുണ്ട്. അതവിടെ ടിക്കറ്റ്, അതൊക്കെ ഇവിടെ ബജിക്കടയും ഇല്ല, മറ്റേ പുല്ല് പോലും ഇവിടെ മറ്റേ എല്ലാരും പൊളിച്ചു തന്നല്ലോ വികസനം പറഞ്ഞിട്ട്. അവിടെ ചെല്ലുമ്പോ ബജ്ജിക്കട വെക്കുന്ന ചേട്ടൻ ഉണ്ടാവുമല്ലോ, പുള്ളി ബജ്ജി വലിയ മുതലാളി കടയിട്ടിട്ട് ബജ്ജി വെക്കണുണ്ടാവും. പുള്ളിയുടെ ഏൽപ്പിച്ചിട്ട് പോരാന്ന് വിചാരിച്ചു. പുള്ളിക്ക് നമ്മൾ അറിയാലോ, നമ്മള് പുള്ളിയുടെ സ്ഥിരം കസ്റ്റമർ ആയിരുന്നല്ലോ പണ്ട്. പക്ഷേടാ ഇല്ല, ഇത് ഇവിടെ നിന്ന് മരമൊക്കെ വെട്ടിക്കാണവന്മാര്. മരവും എല്ലാം വെട്ടിക്കളഞ്ഞ, എല്ലാം മാറി മൊത്തത്തില്. അത് നീ ഒരു കാര്യം ചെയ്യ്, വണ്ടിയുടെ മാറ്റൊന്ന് പൊക്കി നോക്ക്. എന്തോന്ന് നമ്മക്ക് വണ്ടിയുടെ മാറ്റി അതൊന്ന് മാറ്റി. ഇല്ല, ചവിട്ട് തന്തക്ക് വിളിക്കും ഞാൻ. വെച്ചോ, മാറ്റി പൊക്കി നോക്കാവേ. മരപ്പട്ടി മമ്മദ്. നെക്സ്റ്റ് ക്ലൂ, നീ ആദ്യമായി എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത 20-നാണ് 2ന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഡി പോയിട്ട്. അപ്പൊ നമ്മുടെ വളരെ ഒരു 20 രൂപയുടെ ഒരു സമ്മാനം തന്നത് ഓർമ്മയുണ്ടോ ചങ്ങായി? 20 രൂപയുടെ സമ്മാനം തന്ന ഓർമ്മയുണ്ടോ? 20 രൂപയ്ക്ക് എന്തോ വാങ്ങിച്ചു കൊടുക്കുക, മിഠായി. എടോ, ഞാൻ വിളിച്ചതേ കേക്കാവോ? ഞാൻ വിളിച്ചതേ ഇത് കിട്ടി, ക്ലൂ കിട്ടി. പക്ഷെ അതിലേ 20 രൂപയ്ക്ക് ഇയൊക്കെ മറക്കാനാവാത്ത സമ്മാനം. അതെന്ത് സമ്മാനം 20 രൂപ? എടാ, അതാ ചോദിച്ചാൽ എന്ത് വന്നു എനിക്ക് മനസ്സിലായില്ല. ഒരു ക്ലൂ തരാമോ? ചെറിയൊരു ക്ലൂ തരാം. നീ നമ്മുടെ ഒരു ഇന്റർവ്യൂല് നീ ഇത് പറഞ്ഞിട്ടുണ്ട്. ആ ഇന്റർവ്യൂവർ ചോദിച്ച് നിങ്ങളുടെ രണ്ടുപേരുടെയും ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു മൊമെന്റ് ചോദിച്ചാ വിരിച്ചേട്ടൻ എന്ത് പറയുന്നത് ചോദിച്ചപ്പോ നീ ഇതാ പറഞ്ഞത്. കിട്ടി. എടാ, ഒന്നുമില്ല, പിന്നെ വിളിക്കാം. വെച്ചോ. ഒടി കിട്ടി. ചലോ ആലുവ റെയിൽവേ സ്റ്റേഷൻ. ഇതിപ്പോ ഞാനേ തന്റെ ക്ലൂ അനുസരിച്ച് ഞാൻ ഇതെത്തി നമ്മുടെ ആലുവ റെയിൽവേ സ്റ്റേഷൻ. എനിക്ക് മനസ്സിലായി. എന്നിട്ട് അല്ല, ഇവിടുന്ന് ഇനി എങ്ങോട്ടാ പോകേണ്ടത്? ഇവിടെ എവിടെ എന്തോ ചെയ്യണ്ടേ? നീ അവിടെ പോയി ട്രെയിൻ ഉണ്ടാവും, എറണാകുളം ടു ന്യൂഡൽഹി. അത് കയറിയിരിക്കും, നേരെ ന്യൂഡൽഹി. അവിടെ എത്തിയിട്ട് വിളിക്കും. ഇവിടെ പോണോ? ന്യൂഡൽഹി ആര്? തന്റെ മറ്റേ ഫ്രണ്ടാ? തന്റെ മറ്റേ ഫ്രണ്ടായിരിക്കും ന്യൂഡൽഹിയിൽ. എന്റെ ഫ്രണ്ടൊക്കെ ഉണ്ട് അവിടെ. അതെ, ഫോണില് കവറൊക്കെ ഫോൺ വൃത്തിയാണോ? എന്റെ പുത്തൻ കവറാണ് സാർ. നമുക്ക് അടുത്ത മാസം വണ്ടി എടുത്തില്ലയോ നമ്മള്? അപ്പൊ അതിനോട് പുതിയ ഫോൺ കവർ വച്ചേ ഉള്ളൂ. ചിലപ്പോ സത്യം പുതിയ ഫോൺ കവറാണ്.
ഏറിപ്പോ ഐ തിങ്ക് ഒരു 3 ദിവസമായി കാണും കവർ വേണ്ടിട്ട്. ശരി ഗായ്സ്, ഇപ്പം സാധനം കിട്ടി, ഞാൻ വായിക്കാവേ. ഇതാണ് ലാസ്റ്റ് ക്ലൂ. വീട്ടിലോട്ട് ബാന്ന്. വീട്ടിലോട്ട് പോവാം. അപ്പൊ നമുക്ക് വിനുക്കുട്ടയെ പോയി വിളിച്ചിട്ട് വരാം. ഓക്കെ വിനുക്കുട്ടേ, ആ ഒട്ടും ക്ഷീണിതനല്ലെന്ന് തോന്നുന്നു. നട്ടുച്ചയ്ക്ക് വെയിൽ ഉച്ചയിലടിച്ച് മരിച്ച്. ഇനിതാ മറ്റേ ഫൈനൽ ക്ലൂ സമ്മാനം. ബാബാ ബാബാ, ഇതൊരു ഫുൾ സെറ്റപ്പ് ഒക്കെ ആയിട്ട് സന്നാഹങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ വ്ലോഗ്. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്. കിളി പോയി. ദേ നോക്കി, ഇതാണ് നമ്മുടെ ചലഞ്ച്. ഈ ചലഞ്ച് നീ കണ്ടിട്ടുണ്ടോ? പറഞ്ഞുതരാം. ഫാസ്റ്റ് തിന്നാൻ വേണ്ടിയില്ലേ ഏറ്റവും കൂടുതൽ? ആ, ഇങ്ങനെ സ്റ്റോൺ പേപ്പർ സിസർ കളിക്കും. അതെനിക്ക് അറിഞ്ഞുകൂടാ. ആ, സ്റ്റോൺ പേപ്പർ സിസർ കളിക്കും. ഒരാൾ തോക്കുമല്ലോ. അപ്പൊ ഞാനാ തോക്കണമെങ്കിൽ ഞാൻ ഓടും. ഇവിടെ നിന്ന് ഇങ്ങനെ ഓടിയിട്ട് ഈ സ്റ്റെപ്പ് ഇറങ്ങി ഫുൾ ഇറങ്ങണ്ട, അവിടം വരെ ഇറങ്ങിയിട്ട് തിരിച്ചോടി വരും. അപ്പൊ ആ ഗ്യാപ്പിനുള്ളിൽ വിനുക്കുട്ടയ്ക്ക് തിന്നാവുന്ന അത്ര മാക്സിമം വിനുക്കുട്ട തിന്നണം. വീണ്ടും കളിക്കും, തോക്കണ ആളോടും, മറ്റേ ആൾ തിന്നണം. ലോഡഡ് ഫ്രൈസ്, മൊമോസ്, ബർഗർ പകരമായിട്ടേ ഒരു 2-3 ഏത്തക്ക പുഴുങ്ങിയത്, കുറച്ച് മുട്ട പുഴുങ്ങിയത്, പൊരിച്ചാലും മതി, പുളിച്ചയും കുഴപ്പമില്ല, ഓംലെറ്റും വിഷയമില്ല എനിക്ക്. പിന്നെ അതിന്റെ മുകളിൽ ഭംഗിക്ക് ഇച്ചിരി വെതറാൻ വേണ്ടിയിട്ട് ലെറ്റസിന്റെ ലീവ്സ്, ഇച്ചിരി ചീര. എന്താ ഈ പച്ചക്കറികളും ഇലകളും തിന്നാനാണെങ്കിലേ ഇവിടെ നിന്ന് നേരെ പോയിട്ട് ലെഫ്റ്റ് എടുക്കുമ്പോ ഒരു പറമ്പുണ്ട്. അവിടെ നീ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഇലക്കറികളും പുല്ലും ഉണ്ട്. പോയി തിന്നുക, അതാ നല്ലത്. എന്തായാലും നമുക്ക് ചലഞ്ച് ചെയ്യാം. ഇത്രയും കലോറി എപ്പോ ബേൺ ചെയ്തെടുക്കാണ് നമ്മള്? ഓ എന്റെ ദൈവമേ, ഈ ഫിറ്റ്നസ് ഫ്രീക്കിനെ തലക്കടിച്ച് കൊന്നാലാകെ. സാധാരണ ഇത്രയും ഫുഡ് കാണുന്ന ഒരാളുടെ ആദ്യത്തെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. അല്ലാതെ സ്പിനച്ച് ലീഫ്, മുരിങ്ങാക്കോലിന്റെ ഇല പുഴുകിയത്, ചീര പൊരിച്ചത്, ഇത് പോപ്പോയ് ഷോയിലെത്ത് പോപ്പോയാണ്. ഇതൊക്കെ പറയുന്ന ആളെ ഞാൻ എന്തുവാ പറയണ്ടേ? വാ നമുക്ക് ഗെയിം കളിക്കാം. റെഡി? 3, 2, 1 ഗോ. സ്റ്റോൺ പേപ്പർ സീസർ. ഞാൻ തിന്നിട്ട് റെഡി? സ്റ്റോൺ പേപ്പർ സിസർ, സ്റ്റോൺ പേപ്പർ സിസർ. മുഴുവൻ ഞാൻ തിന്നേണ്ടി വരുമോ? സ്റ്റോൺ പേപ്പർ സിസർ. വലിയ മോമോസ്. സ്റ്റോൺ പേപ്പർ സിസർ. ഇവനെ തിന്നങ്ങാനും എനിക്ക് കാണിക്കാൻ പറ്റുമോ? ഓക്കെ. സ്റ്റോൺ പേപ്പർ സിസർ, സ്റ്റോൺ പേപ്പർ സിസർ. യെസ്, ആദ്യമായിട്ട്. സ്റ്റോൺ പേപ്പർ സീസർ. ഞാൻ ഈ പേപ്പർ മാമധുരേ. സ്റ്റോൺ പേപ്പർ സീസർ, സ്റ്റോൺ പേപ്പർ സീസർ, സ്റ്റോൺ പേപ്പർ സീസർ. യെസ്.
കൺഗ്രാറ്റുലേഷൻസ്, താങ്കൾ വീണ്ടും ഒരു തന്തയാവാൻ പോകുന്നു. ആണ്, ഇതാ അമ്പുടുമോന്റെ അല്ല, പുതിയ ആളുടെയാണ്. മിണ്ടുന്നില്ല കേട്ടു. പ്രാങ്കൊന്നുമില്ല, ഞാൻ അത്രയും ചെറ്റത്തരൊന്നും ചെയ്യാറില്ല, അറിയാലോ. പിന്നെ സത്യം അല്ല, രണ്ടാമത്തെ. ഇത് ചെയ്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. താൻ പ്രതീക്ഷിച്ചായിരുന്നു? ഞാനോ? മനസ്സിലായി. എന്തൊക്കെയായിരുന്നു അമ്പുടുമോന് 2 വയസ്സായി കഴിഞ്ഞിട്ട് ഫീഡിങ് താ നിർത്തുമല്ലോ. അത് കഴിഞ്ഞാ പിന്നെ അവനെ ആക്കിയിട്ട് നമുക്ക് ട്രിപ്പ് പോവാല്ലോ. ആണ്ട് കിടക്കുന്നു. ഇത് ബ്ലഷ് അടിക്കുന്നത് ഇവിടെ ചുവന്ന് വരും. ഞാൻ എന്തിനാടാ പറ്റിക്കുന്നേ? ഇയാളാളെ പോലും ഒരു പേടി ഉണ്ടാവില്ലേ? ഞാൻ നേരത്തെ പേടിച്ചാണല്ലോ, ഇടക്കിടക്ക് പേടിക്കാൻ എനിക്ക് ഭ്രാന്തൊന്നുമില്ല. പറയൂ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, എന്തുവായിരുന്നു പ്ലാന്? 5 വയസ്സ് ആയിട്ട് മതി അടുത്ത കുഞ്ഞെന്ന്. ബാക്കി 3 അങ്ങ് വിഴുങ്ങിയോ? അല്ല, അവൻ 5 വയസ്സായിട്ട് മതി അടുത്ത കുഞ്ഞെന്നാണ് പ്ലാൻ. അതാ ചോദിച്ചാ, ബാക്കി 3 നമ്മൾ വിഴുങ്ങിയോ? അല്ല, താൻ ബസ്സിൽ വിഴുങ്ങിയല്ലോ. ഞാനാണല്ലോ. താനാണ്. എനിക്കിപ്പോ മനസ്സിലായി, എനിക്ക് സംഭവം മനസ്സിലായി. ചുവന്ന സാരി. എനിക്ക് കാര്യം പിടികിട്ടി, ഇപ്പൊ ടെക്നിക്ക് പിടികിട്ടി. എന്ത് വേർക്കുന്നു വിരിക്കൂട്ട്, കുട്ടുകുട്ടുകൂടാ വേർക്കുന്നു. ഇപ്പം എന്താ പറഞ്ഞേ, ടെൻഷൻ. അതായത് ഇനിയിപ്പൊ നമുക്ക് ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യണ്ടേ? റിപ്പീറ്റ്. ഇത്ര നാള് നടന്നതൊക്കെ റിപ്പീറ്റ്. ഉറക്കമില്ലാത്ത രാത്രി. അതിനെന്തിന് ഇത്ര സന്തോഷിക്കുന്നത്? ടെൻഷനുണ്ട്, സന്തോഷമുണ്ട്. വേർക്കണോ? ടെൻഷൻ അടിച്ച് വേർക്കുന്ന. Give me a hug. അമ്പുട് ചേട്ടയാവുന്നു. അവനേ വാവ, അവനൊരു വാവ. അവനാ ഇത്ര ഉള്ളു. ഇത്രയുള്ള ഒരെണ്ണത്തിനോടെ കിട്ടും. അവൻ ചേട്ടനാ. അവൻ ആ തളപ്പുറക്കാടി, അവൻ ചേട്ടൻ. ഇച്ചിരി വെള്ളെങ്കിലും കൂടി. കുഴപ്പമില്ല, ഓക്കെയാണ്. ചിരിക്കണെന്തിനാ ചിരി നിർത്തത്? അപ്പൊ തൊട്ട് അപ്പൊ പറഞ്ഞു വന്നത്, ലാസ്റ്റ് ടൈം എനിക്ക് നോർമൽ ഡെലിവറി ആയിരുന്നു, പക്ഷെ ഇത്തിരി സ്റ്റിച്ച് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പെയിൻ എനിക്ക് ഡെലിവറിയുടേനേക്കാൾ പെയിൻ ആയിരുന്നു ആ സ്റ്റിച്ച് ഉണങ്ങാനുള്ള സമയം വരെ. അപ്പൊ ഇപ്രാവശ്യം സ്റ്റിച്ച് ഇല്ലാതെ പ്രസവിക്കാൻ പറ്റിയാൽ അതിനുള്ള ടിപ്സ് ഒക്കെ എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഒരു പേരിൽ നമുക്ക് എന്തൊരു സമാധാനമാണ്. എത്ര കുറച്ച് നേരം പഠിച്ചാൽ മതിയല്ലോ. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ നെക്സ്റ്റ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഈ വീഡിയോയുടെ ലെങ്ത് അനുസരിച്ച് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ മേ ബി നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ തുടക്കം മുതലേ ഞങ്ങളുടെ കൂടെയുള്ള ഞങ്ങളുടെ ഫാമിലി ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ്, നിങ്ങളെല്ലാവരും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റ് ചെയ്യണം. ഇതുപോലെ ഫസ്റ്റ് കുഞ്ഞിന് 2 വയസ്സൊക്കെ ആവുന്നതിന് മുന്നേ തന്നെ വീണ്ടും നിങ്ങൾ പ്രഗ്നന്റ് ആയെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്യണം. ബിക്കോസ് ഞാൻ വളരെ കൺഫ്യൂസ്ഡ് ആണ് ഞാൻ. എനിക്ക് അമ്പുടു കുഞ്ഞിനെ നോക്കാൻ പറ്റുമോ, എന്താണ് ഏതാണ് എന്നൊക്കെ. പിന്നെ ഇപ്പൊ ഈ വീഡിയോ കട്ട് ചെയ്തിട്ട് ഇവൻ ഇപ്പോഴാണല്ലോ അറിഞ്ഞത്. ഇവ ഹാപ്പി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരെ കണ്ടിട്ട് ചെന്ന് ഇരുന്നിട്ട് ഞങ്ങൾക്ക് ഒന്നിച്ച് ഡിസ്കസ് ചെയ്യണം. അപ്പൊ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വരുന്ന എല്ലാ വീഡിയോസും കണ്ടിന്യൂസ് ആയിട്ട് കാണണമെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്താൽ വീഡിയോ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അത് വരുന്നവരെ ബൈ. അവിടെയൊക്കെ ഫ്രെയിം ഉണ്ടോ, അവിടെ മാറി ചിരിക്കേണ്ട കിട്ടും.